കാലിക്കറ്റ് സർവകലാശാല ഡിപ്പാർട്ട്മെന്റ് സ്റ്റുഡൻസ് യൂണിയൻ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിടെ സംഘർഷം. വോട്ടെണ്ണുന്ന EMS സെമിനാർ കോംപ്ലക്സിൽ വാതിൽ തകർന്നു. ക്യാമ്പസിൽ സംഘർഷാവസ്ഥ തുടരുകയാണ്. വിവരങ്ങൾ നൽകുന്നതിന് ഷബീർ, ഒരു വോട്ടെണ്ണൽ അത് ഒരു സംഘർഷത്തിലേക്ക് എത്തിയത് എങ്ങനെയാണ്, മാത്രമല്ല ഇപ്പോൾ എങ്ങനെയാണ് സ്ഥിതി? കാലിക്കറ്റ് സർവകലാശാലയിൽ ഇപ്പോഴും സംഘർഷാവസ്ഥ തുടരുകയാണ്. DSU യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഈ സംഘർഷം തുടങ്ങിയത്. വോട്ടെടുപ്പ് പൂർത്തിയായി വോട്ടെണ്ണൽ പുരോഗമിക്കുന്നതിനിടെ ഏതാണ്ട് പകുതിയോളം വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞിരുന്നു. ഈ സമയത്താണ് ഈ സംഘർഷം തുടങ്ങുന്നത്. വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ SFI പ്രവർത്തകർ പുറത്തു നിന്നുള്ള ബാലറ്റ് പേപ്പറുകൾ, അനധികൃത ബാലറ്റ് പേപ്പറുകൾ കൊണ്ടുവന്നു എന്നാണ് MSF ആരോപിച്ചത്. ഇത് MSF പ്രവർത്തകർ തടയുകയും ഇതുമായി ബന്ധപ്പെട്ടൊരു തർക്കം ഉടലെടുക്കുകയും ചെയ്തു. പിന്നീട് SFIയുടെയും MSFിൻ്റെയും പ്രവർത്തകർ, പുറത്തു നിന്നുള്ള പ്രവർത്തകർ EMS കോംപ്ലക്സിനകത്ത്, അതായത് ഈ വോട്ടെണ്ണൽ കേന്ദ്രത്തിനകത്ത് കയറി വലിയ തരത്തിലുള്ള സംഘർഷം ഉണ്ടാവുകയും ചെയ്തു. ഈ വോട്ടെണ്ണൽ കേന്ദ്രത്തിൻ്റെ EMS കോംപ്ലക്സിൻ്റെ ജനൽ ചില്ലുകൾ, വാതിലുകൾ അടക്കം തകർന്നിട്ടുണ്ട്. ഒപ്പം തന്നെ MSF SFI പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇപ്പോഴും ക്യാമ്പസിൽ സംഘർഷാവസ്ഥ തുടരുകയാണ്. വലിയ തരത്തിലുള്ള പോലീസിൻ്റെ സന്നാഹവും പോലീസിൻ്റെ വലിയ തരത്തിലുള്ള കാവലും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ക്യാമ്പസിനകത്തുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോഴും സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ MSFിൻ്റെ ആരോപണം, പോലീസ് ഒത്താശ ചെയ്തു. SFI പ്രവർത്തകർക്ക് ഈ ബാലറ്റ് കൊണ്ടുവന്നത് MSF പ്രവർത്തകർ പിടിച്ചു. പിന്നീട് ഈ SFI പ്രവർത്തകർക്ക് അനധികൃതമായി ഇതിനകത്ത് കയറാൻ പോലീസ് ഒത്താശ ചെയ്തു. ഇതാണ് സംഘർഷത്തിലേക്ക് നയിച്ചത് എന്ന ആരോപണം MSF ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഈ സംഘർഷത്തോടു കൂടി വോട്ടെണ്ണൽ നിർത്തിവെച്ചിരിക്കുകയാണ്. ഇനി എന്തായിരിക്കും തുടർ നടപടി എന്നത് കാലിക്കറ്റ് സർവകലാശാല അധികൃതരായിരിക്കും തീരുമാനിക്കുക. കാരണം ഈ ബാലറ്റ് പേപ്പറുകൾ കീറിയെറിയുന്ന നിലയിലേക്ക് വരെ സംഘർഷം നീങ്ങിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. ശരി, ഏതായാലും MSF SFI സംഘർഷമായിരുന്നു. അതായത് SFI പ്രവർത്തകർ പുറത്തുനിന്ന് ബാലറ്റ് പേപ്പറുകൾ കൊണ്ടുവന്നതാണ് ഈ MSFനെ ചൊടിപ്പിച്ചത്. ഏതായാലും സംഘർഷം അത് രൂക്ഷമാണ്. ഷബീറാണ് വിവരങ്ങൾ നൽകിയത്.